ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. പ്രിയമുള്ളവരെ, CPM 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള കൂടാളി ലോക്കൽ സമ്മേളനം ഞായറാഴ്ച നടക്കുകയാണ്. അതിൻ്റെ അനുബന്ധമായുള്ള വെബിനാർ ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റുകാരും എന്ന വിഷയത്തിൽ നടക്കുന്ന വെബിനാറിൽ ഡോക്ടർ P. മോഹൻദാസ്, ഡോക്ടർ A. വത്സലൻ എന്നിവർ വിഷയ അവതരണം നടത്തുന്നു. ഈ സെമിനാറിൽ പാർട്ടിയുടെ കൂടാളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് N. രാജൻ അധ്യക്ഷത വഹിക്കുന്നു. സെമിനാറിൽ സ്വാഗതം ആശംസിക്കുന്നത് സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് P. നൗഫലാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സഖാവ് P. നൗഫലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ 23-ാം പാർട്ടി കോൺഗ്രസ് 2022 ഏപ്രിൽ മാസം പാർട്ടിയുടെ ഈറ്റില്ലമായ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന കാര്യം നമുക്കെല്ലാം അറിയാം. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് ലോക്കൽ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. കൂടാളി ലോക്കൽ സമ്മേളനം ഒക്ടോബർ മാസം 31-ാം തീയതി ഞായറാഴ്ച കോളോളം കോരാറമ്പിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ സംഘാടക സമിതിയെല്ലാം രൂപീകരിച്ച് വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തി കൊണ്ടിരിക്കുകയാണ്. അനുബന്ധ പരിപാടികൾ നമുക്ക് ഒരുപാട് നടത്താൻ വേണ്ടി സാധിച്ചു. ഈ അനുബന്ധ പരിപാടി എന്നുള്ള രീതിയിലാണ് ഇന്ന് വെബിനാർ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റുകാരും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രഗത്ഭരായിട്ടുള്ളവരെല്ലാം തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം ഡോക്ടർ P. മോഹൻദാസ് അവർകളാണ്. അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നത് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി സഖാവ് N. രാജാട്ടനാണ്. രാജാട്ടനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്ന ഗവൺമെൻറ് ബ്രണ്ടൻ കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പാൾ ഡോക്ടർ വത്സലൻ സാറുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ മറ്റ് പ്രിയപ്പെട്ട സഖാക്കൾ എല്ലാവരെയും ഈ വെബിനാറിനകത്തേക്ക് സ്വാഗതം ചെയ്യാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ചിട്ടുള്ള പങ്ക് വിലപ്പെട്ടതാണ്. വിവിധങ്ങളായിട്ടുള്ള കർഷക സമരങ്ങളായിരുന്നാലും വിവിധങ്ങളായിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നാലും ഇതിനകത്തൊക്കെ പാർട്ടിയുടെ സ്വാധീനം വലിയ രീതിയിൽ തന്നെ എടുത്തു പറഞ്ഞതായി ചരിത്രരേഖകൾ കാണാൻ വേണ്ടി കഴിയും. പക്ഷേ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മോഡിയുടെ ഗവൺമെൻറ് ഇതിനെയൊക്കെ, ചരിത്രത്തെ വളച്ചൊടിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ചരിത്ര സത്യങ്ങളെ വികൃതമായി അവതരിപ്പിച്ച് വളച്ചൊടിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെയും BJPയുടെയും സ്ഥിരം പരിപാടി തന്നെയാണ്. കള്ളങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ് സത്യമെന്ന പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളതാണ് കുറച്ചു കാലങ്ങളായി അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗിൻ്റെ ഒരു പ്രസംഗം. അദ്ദേഹം പറഞ്ഞത് ജയിലിൽ നിന്ന് മോചിപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് VD സാവർക്കർ മാപ്പപേക്ഷ നൽകിയത് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരമാണെന്ന് ഉള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, മാപ്പപേക്ഷ എഴുതിക്കൊടുത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും പിൻവാങ്ങിയിട്ടുള്ള RSSകാർ
അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ പേരുപയോഗിച്ചുകൊണ്ട് മറ്റുള്ള രീതിയിലേക്ക് അത് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ വളരെ വിശദീകരിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി സഖാവ് എൻ രാജാട്ടനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. സഖാക്കളെ, 23ാമത് പാർട്ടി കോൺഗ്രസ് ഇത്തവണ കണ്ണൂരിലാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കൂടാളി ലോക്കൽ സമ്മേളനം ഒക്ടോബർ മാസം 31-ാം തീയതി കൊളോളത്ത് കോരാറമ്പിൽ വെച്ച് നടത്തുന്നതിന് വേണ്ടി പാർട്ടി ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ലോക്കൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ 17, 24 എന്നീ ദിവസങ്ങളിലായി വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ 29-ാം തീയതി ഇന്ന് വെബിനാർ സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. ഈ വെബിനാറിൽ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വിപത്തിനെ കുറിച്ചാണ് ഇതിൻ്റെ വിഷയം. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ ആക്ഷേപിക്കുകയും ഒരു വലിയ സ്വാതന്ത്ര്യ സമരം എന്ന രീതിയിലുള്ള പോരാട്ടത്തെ ഒരു വലിയ സമരമായി കാണാതെ ഇന്ത്യ രാജ്യത്തിലെ ഭരണാധികാരികൾ ഇതിനെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യത്തിനെതിരായി പ്രവർത്തിച്ച ആളുകളെ മഹത്വവൽക്കരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിലപാട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്കിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വെബിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ വെബിനാറിൽ വിഷയം അവതരിപ്പിക്കുന്നത് പ്രഗത്ഭരായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. മുൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായിട്ടുള്ള മോഹൻദാസ് അവറുകളും അതുപോലെ തന്നെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ബ്രണ്ണൻ കോളേജ് വത്സലനും സാറും ഇത് ക്ലാസ് കൈകാര്യം ചെയ്യുകയാണ്, വിഷയം അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി മോഹൻദാസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ചെലുത്തിയ സ്വാധീനം തീർച്ചയായും വളരെ വിപുലവും ശക്തവുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം മുതൽ വളരെ ശക്തമായ സ്വാധീനമാണ് ഇന്ത്യൻ തൊഴിലാളി വർഗവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ചെലുത്തിയത്. 1903 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യനായ നേതാവ് ദാദാബായ് നവറോജി ലോക സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തെങ്കിലും സോഷ്യലിസത്തിൻ്റെ ആശയങ്ങൾ ഇന്ത്യയിൽ കാര്യമായി പ്രചരിച്ചിരുന്നില്ല. പക്ഷെ 1909 ബാലഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഒരു രാഷ്ട്രീയ പണിമുടക്ക് തന്നെ നടത്തുകയുണ്ടായി. ബാലഗംഗാധര തിലകനെ വിട്ടയക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, തികച്ചും രാഷ്ട്രീയമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആദ്യമായാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഒരു പണിമുടക്കിന് ഇറങ്ങുന്നത്. സഖാവ് ലെനിൻ ഈ സംഭവത്തെ ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനം പ്രായപൂർത്തിയായിരിക്കുന്നു എന്ന് നിരീക്ഷിക്കുകയുണ്ടായി. 1914 ഇന്ത്യയിൽ ഏകദേശം 10 ലക്ഷത്തോളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അതിൽ നല്ലൊരു ഭാഗം ഇന്ത്യയിലെ പല നഗരങ്ങളിലും ചെറു സംഘടനകൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. ഏകദേശം 1912 മാർക്സിനെ കുറിച്ചുള്ള ഒരു ധാരണ വളരെ കുറച്ച്
കുറച്ച് ആളുകൾക്കിടയിലെങ്കിലും ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടാവുന്നത്. കൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മോഡേൺ റിവ്യൂ എന്ന പത്രത്തിൽ പഞ്ചാബിലെ നേതാവായിരുന്ന ലാല ഹർദയാൽ ആദ്യമായി മാർക്സിനെക്കുറിച്ച് ഒരു ചെറു ലേഖനം എഴുതി. അതിനെ തുടർന്ന് ആഗസ്റ്റ് മാസം 1912 ആഗസ്റ്റ് മാസമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മലയാളത്തിൽ ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി മാർക്സിനെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. മാത്രമല്ല, ആത്മപോഷിണി എന്ന വാരികയിൽ അദ്ദേഹം സോഷ്യലിസത്തെക്കുറിച്ച് തുടർ ലേഖനവും എഴുതി. അങ്ങനെ മലയാളികൾക്ക് സോഷ്യലിസത്തെക്കുറിച്ചും മാർക്സിനെക്കുറിച്ചും ഒരു ധാരണയുണ്ടായത് ഏകദേശം 1912 കൂടിയാണ് എന്ന് പറയാം. പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഈ ഒരു കാലഘട്ടമാവുമ്പോഴേക്കും തൊഴിലാളി പ്രസ്ഥാനം വളരുകയും സോഷ്യലിസത്തെക്കുറിച്ചും മാർക്സിനെക്കുറിച്ചും ചെറുധാരണകൾ രൂപപ്പെടുകയും ചെയ്തിരുന്നു. 1917 ഒക്ടോബർ വിപ്ലവം അത് ശക്തിപ്പെടുത്തുകയും ലോകത്ത് പുതിയൊരു മാതൃക രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ പ്രചാരണം ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങൾ സോഷ്യലിസത്തെക്കുറിച്ചും ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ചും സഖാവ് ലെനിനെക്കുറിച്ചും മാർക്സിനെക്കുറിച്ചും ഒക്കെ നിരവധി ലേഖനങ്ങൾ എഴുതി ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് മാർക്സിസത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും പുതിയ അറിവ് ഉണ്ടാക്കുകയും ചെയ്തു. ഏകദേശം ഈ ഒരു കാലത്ത് തന്നെയാണ് സായുധ പോരാട്ടം ലക്ഷ്യമാക്കി ഗദർ പാർട്ടി രൂപപ്പെട്ടത്. നേരത്തെ പറഞ്ഞ ലാല ഹർദയാലിന്റെ നേതൃത്വത്തിൽ സാൻ ഫ്രാൻസിസ്കോവിലാണ് ഗദർ പാർട്ടി രൂപപ്പെട്ടത്. അവരിൽ ചിലർ സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുകയും പിന്നീട് ഈ ഗദർ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വിഭാഗം ആളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചു. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭരണത്തിന്റെ മർദ്ദനമുറകൾ സഹിക്കവയ്യാതെ അഫ്ഗാനിസ്ഥാനിലൂടെ പലരും മോസ്കോവിലും എത്തി. അവർ ഹിജ്റത്ത് പ്രസ്ഥാനം എന്ന വിധത്തിൽ തീർത്ഥാടക സംഘം ആയി ആണ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയത്. ഇവരിൽ സോവിയറ്റ് യൂണിയനിലെത്തിയ പലരും യൂണിവേഴ്സിറ്റി ഓഫ് ടോയ്ലേഴ്സ് എന്ന പേരിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന സർവകലാശാലയിൽ പഠിക്കുകയും മാർക്സിസത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ഏകദേശം ഇതേ കാലത്താണ് എം.എൻ. റോയ് എന്ന ഇന്ത്യൻ വിപ്ലവകാരി യൂറോപ്പിലും അമേരിക്കയിലും എത്തി. അദ്ദേഹം മെക്സിക്കോയിലേക്ക് പോവുകയും മെക്സിക്കോയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുക്കുകയും ചെയ്തത്. മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായി ഏകദേശം അതേ കാലത്ത് അദ്ദേഹം 1920 സോവിയറ്റ് യൂണിയനിൽ എത്തുകയും സോവിയറ്റ് യൂണിയനിൽ എത്തിയ ഈ തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട് അബനി മുഖർജി, ഷൗക്കത്ത് ഉസ്മാനി, മുഹമ്മദ് ഷഫീഖ് അടക്കമുള്ള നിരവധി പോരാളികളുമായി ബന്ധപ്പെടുകയും അവിടെ 1920 ഒക്ടോബർ 17 താഷ്കണ്ടിൽ സമ്മേളിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. 6-7 ആളുകൾ മാത്രമാണ് ആ മീറ്റിംഗിൽ ഉണ്ടായതെങ്കിലും സഖാവ് മുഹമ്മദ് ഷഫീഖിനെ സെക്രട്ടറിയായി അവർ തെരഞ്ഞെടുത്തു. അങ്ങനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ മണ്ണിലല്ലെങ്കിലും താഷ്കണ്ടിന്റെ മണ്ണിൽ ആദ്യമായി പിറവികൊള്ളുകയായിരുന്നു. പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം നിരവധി ആളുകൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. സഖാവ് എം.എൻ. റോയ് നേരെ ബെർലിനിലേക്ക് പോയി. അദ്ദേഹം അവിടെ വാൻഗാർഡ് എന്ന പേരിൽ ഒരു പത്രപ്രസിദ്ധീകരണം നടത്തി. യഥാർത്ഥത്തിൽ നിരവധി ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട ഒരു പത്രമായി വാൻഗാർഡ് മാറി. പക്ഷെ ഇന്ത്യയിലേക്ക് മടങ്ങിയ പലരും ഇന്ത്യയിലേക്ക് മടങ്ങുന്ന സമയത്ത് പാമീർ ചുരം കടന്ന്
ഇവിടെ ഇങ്ങോട്ടേക്ക് മടങ്ങുന്ന സമയത്ത് പെഷവാറിൽ വെച്ച് പോലീസിൻ്റെ പിടിയിലായി. പല സംഘങ്ങളായാണ് അവർ യാത്ര ചെയ്തത്. പക്ഷെ അവിടെ പോലീസ് പിടിയിലാവുകയും പെഷവാർ കോടതിയിൽ അവരെ ഹാജരാക്കുകയും ചെയ്തു. ഇവരുടെ പേരിൽ നിരവധി ഗൂഢാലോചന കുറ്റങ്ങളാണ് ചുമത്തിയത്. ഈ ഇതിനെയാണ് പെഷവാർ ഗൂഢാലോചന എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ഗൂഢാലോചന എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചന കേസുകൾ രൂപകൽപ്പന ചെയ്തത്. യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടത്തിയത് ഈ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെയെങ്കിലും കുടുക്കാനുള്ള ഗൂഢാലോചന നടത്തിയത് ബ്രിട്ടീഷ് പോലീസായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏകദേശം 20കളുടെ ആദ്യ വർഷങ്ങളിൽ തന്നെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നഗരങ്ങളിലും ചെറു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപം കൊണ്ടു. ശക്തമായ തൊഴിലാളി പ്രസ്ഥാനം, അതോടൊപ്പം ചെറു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപം കൊണ്ടു. ട്രേഡ് യൂണിയൻ സംഘടനകളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പല സ്ഥലങ്ങളിലും രൂപം കൊടുത്തത്. ബോംബെയിൽ എസ് ഐ ഡാംഗെയുടെ നേതൃത്വത്തിൽ, അതുപോലെ കൽക്കട്ടയിൽ സഖാവ് മുസഫർ അഹമ്മദിൻ്റെ നേതൃത്വത്തിൽ, ലാഹോറിൽ ഗുലാൻ ഹുസൈൻ എന്ന സഖാവിൻ്റെ നേതൃത്വത്തിൽ, മദ്രാസിൽ ശിങ്കാരവേലു ചെട്ടിയാരുടെ നേതൃത്വത്തിലെല്ലാം ട്രേഡ് യൂണിയൻ സംഘടനകൾ വളർന്നു വന്നു. ബനാറസിൽ നളിനി ഗുപ്ത അതിന് നേതൃത്വം കൊടുത്തു. ഈ സ്ഥലങ്ങളിലെല്ലാം ചെറു പത്രങ്ങളും ആരംഭിച്ചു. ഈ പത്രങ്ങളിലൂടെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനമായി ഈ പത്രങ്ങൾ മാറി. 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം, ട്രേഡ് യൂണിയൻ നേതാക്കളെല്ലാം സജീവമായി പങ്കെടുത്തു. ഈ സമ്മേളനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകരിൽ പ്രധാനിയായിരുന്ന ഹസ്രത്ത് മൊഹാനി ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവതരിപ്പിച്ച പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യമായിരിക്കണം എന്ന പ്രമേയം അവിടെ തള്ളപ്പെട്ടു. വലതുപക്ഷ കോൺഗ്രസ്സുകാർ അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു ആശയം കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും അത് യുവ കോൺഗ്രസ്സുകാരെ കൊണ്ട് പിൽക്കാലത്ത് ഏറ്റെടുപ്പിക്കാൻ കഴിയുകയും ചെയ്തു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ്. 1927 ആവുമ്പോഴത്തേക്കും ഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും ഈ പ്രമേയത്തിൻ്റെ അന്തസത്ത അംഗീകരിക്കുകയും അത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. അതിനെ തുടർന്നാണല്ലോ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ അതിശക്തമായി കോൺഗ്രസിനകത്ത് പൂർണ്ണ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശയം പ്രചരിപ്പിക്കുകയും 1928 കേരളത്തിൽ KPCCയുടെ രാഷ്ട്രീയ സമ്മേളനത്തിൽ പയ്യന്നൂരിൽ വന്ന് പ്രസംഗിച്ച ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വാതന്ത്ര്യമായിരിക്കും ഭാവിയിൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രമേയം ഇവിടെ പാസ്സാക്കുകയും ചെയ്തത് 1928 പക്ഷെ 1929 ലാഹോർ കോൺഗ്രസിലാണ് പക്ഷേ ഈ പ്രമേയം പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടത്. 1929 ലാഹോർ കോൺഗ്രസിൽ ജവഹർലാൽ നെഹ്റു തന്നെ അധ്യക്ഷത വഹിക്കുകയും ആ കോൺഗ്രസ് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ 10 വർഷമായി കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ, കോൺഗ്രസിനകത്ത് നടത്തിയ, ദേശീയ പ്രസ്ഥാനത്തിനകത്ത് നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഫലം കൂടിയാണ് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 1920കളിൽ തന്നെ കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ, കോൺഗ്രസിൻ്റെ ലക്ഷ്യത്തിൽ മാറ്റം വരുത്താനും തൊഴിലാളികൾക്കനുകൂലമായ, ജനങ്ങൾക്കനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും, പ്രത്യയശാസ്ത്രപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ചെറു ഗ്രൂപ്പുകളാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയത്തിൻ്റെ അവതരണം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ 1920കളിൽ തന്നെ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപപ്പെട്ടു. AITUCയുടെ രൂപീകരണത്തിൽ മുൻകൈയെടുത്തത് ലാലാ ലജ്പത് റായും കൂട്ടരും ആണെങ്കിലും ഈ സംഘടന ശക്തിപ്പെടുത്തിയതും ആ സംഘടനയുടെ വ്യാപകമായ വളർച്ചയ്ക്ക് കാരണമായതും കമ്മ്യൂണിസ്റ്റുകാരും ട്രേഡ് യൂണിയൻ, ഇവിടെ ഉണ്ടായിരുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും ആയിരുന്നു.
AITUC അതിശക്തമായി വളർന്നു. 1930 ആവുമ്പോഴേക്കും ശക്തമായ വളർച്ച AITUCക്ക് കൈവരിക്കാൻ സാധിച്ചു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ശക്തമായ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ സമയത്ത് വളർന്നു വരികയും ചെയ്തു. 1924 മറ്റൊരു പ്രമാദമായ ഗൂഢാലോചന കേസ് ബ്രിട്ടീഷ് പോലീസ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ചുമത്തി. അതാണ് കാൺപൂർ ഗൂഢാലോചന കേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാക്കളായ SA ഡാംഗെ, മുസഫർ അഹമ്മദ്, ഷൗക്കത്ത് ഉസ്മാനി, നളിനി ഗുപ്ത തുടങ്ങിയ നേതാക്കളെ 4 വർഷം തടവിന് ശിക്ഷിക്കുകയാണ് ചെയ്തത്. 1925 സത്യഭക്തൻ എന്ന ഒരാളുടെ നേതൃത്വത്തിലാണ്, സഖാവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളും നേതാക്കളും ആദ്യമായി ഔപചാരികമായി സമ്മേളിച്ചത്. ഈ സമ്മേളനത്തിൽ SV ഖാട്ടെ, SA ഡാംഗെ, ജോഗ്ലേക്കർ, അയോധ്യ സിംഗ് തുടങ്ങിയവർ പങ്കെടുക്കുകയും അത് പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവായ ഒരു സമ്മേളനമായി മാറുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ഫിലിപ്പ് സ്പ്രാറ്റ് തുടങ്ങിയ നേതാക്കൾ, പിൽക്കാലത്ത് രജനി പാമദത്ത് തുടങ്ങിയിട്ടുള്ള നേതാക്കൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമായ പ്രത്യയശാസ്ത്ര സഹായങ്ങൾ നൽകാൻ തയ്യാറാവുകയും ചെയ്തു. എന്തായാലും ബ്രിട്ടീഷ് പോലീസ് പരസ്യപ്രവർത്തനം അനുവദിച്ചില്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ് പരസ്യപ്രവർത്തനം അനുവദിച്ചില്ല. ഒളിവിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിലൂടെയും ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രഹസ്യമായി പ്രവർത്തിച്ചത്. പക്ഷേ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് തന്നെ നിന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തമായി പ്രവർത്തിക്കുകയായിരുന്നു. അതിൽ നിരന്തരം പുതിയ മാറ്റങ്ങൾക്ക് അതിനെ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു അതിനകത്ത് നിന്നുകൊണ്ട്. ബോംബെയിൽ മിറാജ്കറെ പോലുള്ള നേതാക്കൾ, ബംഗാളിൽ മുസഫർ അഹമ്മദിനെ പോലുള്ള നേതാക്കൾ പല സ്ഥലങ്ങളിലും മുക്കിലും മൂലയിലും സംഘടനകൾ ഉണ്ടാക്കാൻ അവിശ്രമം പരിശ്രമിക്കുകയുണ്ടായി ഈ ഘട്ടത്തിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ 1920കളിൽ തന്നെ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപപ്പെട്ടു. AITUCയുടെ രൂപീകരണത്തിൽ മുൻകൈയെടുത്തത് ലാലാ ലജ്പത് റായും കൂട്ടരും ആണെങ്കിലും ഈ സംഘടന ശക്തിപ്പെടുത്തിയതും ആ സംഘടനയുടെ വ്യാപകമായ വളർച്ചയ്ക്ക് കാരണമായതും കമ്മ്യൂണിസ്റ്റുകാരും ട്രേഡ് യൂണിയൻ, ഇവിടെ ഉണ്ടായിരുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും ആയിരുന്നു. AITUC അതിശക്തമായി വളർന്നു. 1930 ആവുമ്പോഴേക്കും ശക്തമായ വളർച്ച AITUCക്ക് കൈവരിക്കാൻ സാധിച്ചു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ശക്തമായ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ സമയത്ത് വളർന്നു വരികയും ചെയ്തു. 1924 മറ്റൊരു പ്രമാദമായ ഗൂഢാലോചന കേസ് ബ്രിട്ടീഷ് പോലീസ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ചുമത്തി. അതാണ് കാൺപൂർ ഗൂഢാലോചന കേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാക്കളായ SA ഡാംഗെ, മുസഫർ അഹമ്മദ്, ഷൗക്കത്ത് ഉസ്മാനി, നളിനി ഗുപ്ത തുടങ്ങിയ നേതാക്കളെ 4 വർഷം തടവിന് ശിക്ഷിക്കുകയാണ് ചെയ്തത്. 1925 സത്യഭക്തൻ എന്ന ഒരാളുടെ നേതൃത്വത്തിലാണ്, സഖാവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളും നേതാക്കളും ആദ്യമായി ഔപചാരികമായി സമ്മേളിച്ചത്. ഈ സമ്മേളനത്തിൽ SV ഖാട്ടെ, SA ഡാംഗെ, ജോഗ്ലേക്കർ, അയോധ്യ സിംഗ് തുടങ്ങിയവർ പങ്കെടുക്കുകയും അത് പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവായ ഒരു സമ്മേളനമായി മാറുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ഫിലിപ്പ് സ്പ്രാറ്റ് തുടങ്ങിയ നേതാക്കൾ, പിൽക്കാലത്ത് രജനി പാമദത്ത് തുടങ്ങിയിട്ടുള്ള നേതാക്കൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമായ പ്രത്യയശാസ്ത്ര സഹായങ്ങൾ നൽകാൻ തയ്യാറാവുകയും ചെയ്തു. എന്തായാലും ബ്രിട്ടീഷ് പോലീസ് പരസ്യപ്രവർത്തനം അനുവദിച്ചില്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ് പരസ്യപ്രവർത്തനം അനുവദിച്ചില്ല.
ഒളിവിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിലൂടെയും ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രഹസ്യമായി പ്രവർത്തിച്ചത്. പക്ഷേ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് തന്നെ നിന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തമായി പ്രവർത്തിക്കുകയായിരുന്നു. അതിൽ നിരന്തരം പുതിയ മാറ്റങ്ങൾക്ക് അതിനെ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു അതിനകത്ത് നിന്നുകൊണ്ട്. ബോംബെയിൽ മിറാജ്കറെ പോലുള്ള നേതാക്കൾ, ബംഗാളിൽ മുസഫർ അഹമ്മദിനെ പോലുള്ള നേതാക്കൾ പല സ്ഥലങ്ങളിലും മുക്കിലും മൂലയിലും സംഘടനകൾ ഉണ്ടാക്കാൻ അവിശ്രമം പരിശ്രമിക്കുകയുണ്ടായി ഈ ഘട്ടത്തിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വളരെ ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് മുഖ്യമായും 3 കാര്യങ്ങളാണ് നിർവഹിച്ചത് എന്ന് കാണാം. ഒന്ന്, ഏറ്റവും പ്രധാനം, 1920 മുതൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ഒരു തിരുത്തൽ ശക്തിയായി നിലകൊണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആശയം, പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമായി മാറണം എന്ന് 1920 മുതൽ 1921 അഹമ്മദാബാദ് കോൺഗ്രസിലും 1922 ഗയ കോൺഗ്രസ് അടക്കം 1928 കൽക്കട്ട കോൺഗ്രസ് വരെയുള്ള കാലത്ത് നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1929 ലാഹോർ കോൺഗ്രസിൽ വെച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ആവശ്യമായി മാറിയത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം അങ്ങനെ അതിനകത്ത് നിന്നുകൊണ്ടുള്ള പ്രത്യയശാസ്ത്രപരമായ ഏറ്റുമുട്ടൽ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ വികസിപ്പിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തൊഴിലാളികൾ. അതുവരെ 1920 വരെ തൊഴിലാളികൾ, കർഷകർ, സാധാരണ ജനങ്ങൾ, അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷെ 1920 ശേഷം AITUCയുടെ ഒക്കെ രൂപീകരണത്തിന് ശേഷം തൊഴിലാളി വിഭാഗങ്ങൾ അതിശക്തമായി ഇതിലേക്ക് കടന്നു വരികയും അവർ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. കർഷകർ, സാധാരണ തൊഴിലാളികൾ, അതുപോലെ യുവജന വിഭാഗങ്ങൾ, പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ, ഇവരെല്ലാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് നിരവധി കൈവഴികളായി വന്നു ചേരുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അതിൻ്റെ ജനകീയമായ അടിത്തറ വിപുലപ്പെട്ടു. അതോടൊപ്പം ജനകീയ ആവശ്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവശ്യങ്ങളായി മാറാൻ ആരംഭിച്ചു. പ്രത്യേകിച്ച് കർഷകരുടെ ആവശ്യം. 1930 കറാച്ചി കോൺഗ്രസിൽ 31 കറാച്ചി കോൺഗ്രസിൽ കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുദ്രാവാക്യമായി ഏറ്റെടുക്കേണ്ടി വന്നു. 1937 ഫെയ്സ്ബൂർ കോൺഗ്രസിൽ കർഷകരുടെ ആവശ്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവശ്യമായി അവർക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ, കർഷകർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യങ്ങളിൽ തന്നെ മാറ്റം വരുത്തുകയും അതിൻ്റെ ദിശാബോധത്തിൽ, അതിൻ്റെ ലക്ഷ്യത്തിൽ തന്നെ ഇടപെടാൻ സാധിക്കുകയും അതിൻ്റെ അടിത്തറ വിപുലപ്പെടുത്തുകയും ജനകീയ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുപ്പിക്കുകയും ചെയ്ത ഒരു ശക്തമായ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. 1920 മുതൽ നിരന്തരമായി 1947 വരെയുള്ള നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുകയും ജയിൽവാസം വരിക്കുകയും തൂക്കുകയർ അനുഭവിക്കേണ്ടി വരികയും പോലീസിൻ്റെ ലാത്തിക്കും തോക്കിനും ഇരയാകേണ്ടി വരികയും ചെയ്ത ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടിയെയാണ് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തു എന്ന് ഇന്ന് വർഗീയവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, RSSൻ്റെയും ഹിന്ദു മഹാസഭയുടെയും നേതാക്കളായ സവർക്കർ അടക്കമുള്ള വർഗീയവാദികൾ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ മാപ്പെഴുതി കൊടുത്ത കഥകൾ. പക്ഷെ ഇവിടെ വ്യക്തികൾ മാത്രമല്ല, RSSൻ്റെയും ഹിന്ദു മഹാസഭയുടെയും നേതാക്കന്മാരായ വ്യക്തികൾ മാത്രമല്ല, മറിച്ച് RSS എന്ന സംഘടന തന്നെ വലിയൊരു മാപ്പെഴുതി കൊടുത്തിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് തിരികെ വന്നത് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. 1948 മഹാത്മാഗാന്ധിയെ
വധിച്ചതിന് ശേഷം RSS എന്ന വർഗീയ സംഘടന നിരോധിക്കുകയുണ്ടായി. ഈ നിരോധനം നീക്കാൻ സർദാർ വല്ലഭായ് പട്ടേൽ അടക്കമുള്ള ഇന്ത്യൻ ദേശീയ നേതാക്കളെ സമീപിക്കുകയും അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഒരു കൃത്യമായ കണ്ടീഷൻ വെച്ചിട്ടാണ് RSSന് തിരികെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചത്. അത് RSS രാഷ്ട്രീയത്തിൽ ഇടപെടുകയില്ലെന്നും അതൊരു സാംസ്കാരിക സംഘടന മാത്രമായി പ്രവർത്തിക്കും എന്നും എഴുതി കൊടുത്തതിൻ്റെ പേരിലാണ്. യഥാർത്ഥത്തിൽ അതും ഒരു മാപ്പെഴുതി കൊടുക്കലായിരുന്നു. അങ്ങനെ മാപ്പെഴുതി കൊടുത്തിട്ടാണ് 1949 ശേഷം RSSന് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചത് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. അത്തരം വർഗീയവാദ സംഘടനകൾ നടത്തുന്ന ഈ അപവാദ പ്രചരണം തള്ളിക്കളയാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിശദമായ ചരിത്രം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പാൾ ഡോക്ടർ എ വത്സൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെബിനാറിൻ്റെ ബഹുമാനനായ അധ്യക്ഷൻ ശ്രീ N. രാജൻ, സ്വാഗത ഭാഷണം നടത്തിയ ശ്രീ P. നൌഫൽ, ഇവിടെ ആദ്യം വിഷയം അവതരിപ്പിച്ച ഡോക്ടർ P. മോഹൻദാസ് സർ, ബഹുമാനരെ, പ്രിയമുള്ളവരെ, ഇന്ത്യ ചരിത്രം പൊതുവെയും സ്വാതന്ത്ര്യ സമര ചരിത്രം പ്രത്യേകിച്ചും വളച്ചൊടിക്കപ്പെടുകയും ദുർവ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് സമ്മേളനങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റുകാരും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഒരു ബഹുധാര പ്രസ്ഥാനമായിരുന്നു. അനേകം കൈവഴികൾ ഒന്നുചേരുകയും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു മഹാപ്രസ്ഥാനമായിരുന്നു അത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സോഷ്യലിസ്റ്റുകാർ, കമ്മ്യൂണിസ്റ്റുകാർ, നിരവധി വിപ്ലവ ഗ്രൂപ്പുകൾ, ഇന്ത്യക്ക് പുറത്ത് യൂറോപ്പിലും അമേരിക്കയിലും ഉൾപ്പെടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിച്ച വിപ്ലവ ഗ്രൂപ്പുകൾ തുടങ്ങി ഒട്ടനേകം ഗ്രൂപ്പുകളും പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് വേണ്ടി പോരാടിയിട്ടുണ്ട്. എന്നാൽ മുഖ്യധാര പ്രസ്ഥാനത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചരിത്ര പഠനമാണ് പൊതുവെ സ്വീകരിക്കപ്പെട്ടത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തുകയും ഓരോ കാലത്തെയും ആശയ പോരാട്ടങ്ങൾക്ക് പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ത്യ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. കോൺഗ്രസ് ഇവിടെ ബ്രിട്ടീഷുകാർ നടപ്പാക്കുന്ന ഭരണപരിഷ്കാരങ്ങളോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാന മാർഗങ്ങളോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയിലേക്ക് നയിക്കില്ല എന്നും സോഷ്യലിസം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തി കരഗതമാവുകയുള്ളൂ എന്ന നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തത്. 1917 റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ് ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടാൻ തുടങ്ങിയത്. ഇന്ത്യയിലും നിരവധി കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പല നഗരങ്ങളിലും ഉയർന്നു വന്നു. 1920 ഒക്ടോബർ 17 താഷ്കെൻഡിൽ വെച്ച്
ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട് ആ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്ത്യയിലെത്തി വിവിധ നഗരങ്ങളിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയ പ്രചരണത്തെ അടിച്ചമർത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ് ഉണ്ടായത്. റെഡ് മെനസ് എന്നും ബോൾഷെവിക് ത്രെറ്റ് എന്നുമൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഭീഷണി, ബോൾഷെവിക് ഭീഷണി എന്ന അർത്ഥത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ പുതിയ പ്രസ്ഥാനത്തെ മുളയിലെ നുള്ളിക്കളയാനുള്ള അടിച്ചമർത്തൽ നടപടികളുമായി മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമാണ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കെതിരെ കെട്ടിച്ചമച്ച പെഷവാർ ഗൂഢാലോചന കേസ് മുതലുള്ള നിരവധി കേസുകൾ. 1923 കാൺപൂർ ഗൂഢാലോചന കേസ് ഉണ്ടായി. അതും കഴിഞ്ഞ് കൂടുതൽ രൂക്ഷമായ വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള 1929 മീററ്റ് ഗൂഢാലോചന കേസ് മുസഫർ അഹമ്മദ് മുതലുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കെതിരെ മാത്രമല്ല, ബെൻ ബ്രാഡ്ലി, ഫിലിപ്പ് സ്പ്രാറ്റ് തുടങ്ങിയ ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കൂടി ഗൂഢാലോചന കുറ്റം ചുമത്തിക്കൊണ്ടുള്ള കേസായിരുന്നു മീററ്റ് കേസ്. അങ്ങനെ ഒട്ടേറെ അടിച്ചമർത്തൽ നടപടികൾ അതിജീവിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയത്. 1930 ചിറ്റഗോങ് കലാപം, സൂര്യസെന്റെ നേതൃത്വത്തിൽ നടന്ന ചിറ്റഗോങ് കലാപത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വളരെ സജീവമായ പങ്ക് വഹിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ ആശയപ്രചരണത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപം കൊള്ളുകയുണ്ടായി. അത്തരം കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപം കൊള്ളുകയും 1930-കളിൽ കാർഷിക രംഗത്തും തൊഴിൽ രംഗത്തും കുറേ സംഘടനകൾ, കർഷക സംഘം ഘടകങ്ങളും ട്രേഡ് യൂണിയനുകളും നിലവിൽ വരികയുണ്ടായി. ഈ കർഷക സംഘ ഘടകങ്ങൾക്കും തൊഴിൽ യൂണിയനുകൾക്കും എല്ലാം വ്യക്തമായ ദിശാബോധം നൽകുന്ന ആശയപ്രചരണം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ലക്ഷ്യമായി ഉയർത്തിയത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. 1921 അഹമ്മദാബാദ് കോൺഗ്രസിന്റെ അഹമ്മദാബാദ് വാർഷിക സമ്മേളനത്തിൽ ഹസ്രത്ത് മൊഹാനി എന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം പരാജയപ്പെട്ടുവെങ്കിലും തുടർന്നുള്ള കോൺഗ്രസ് സമ്മേളനങ്ങളിലെല്ലാം ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 1927 മദ്രാശിയിൽ വെച്ച് ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലും ഈ പ്രമേയം ഉന്നയിക്കപ്പെട്ടു. 1928 പയ്യന്നൂരിൽ ചേർന്ന 4ാം കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ആ സമ്മേളനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമായിരിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന ഉയർത്തിക്കൊണ്ടുള്ള പ്രമേയം പാസ്സായി. അതിനുശേഷമാണ്, അതിൻ്റെ അടുത്ത വർഷമാണ് 1929 ലാഹോറിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. അതുവരെയും ഡൊമിനിയൻ സ്റ്റാറ്റസ്, പുത്രികാ രാജ്യ പദവിയായിരുന്നു കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി ഉയർത്തപ്പെട്ടിരുന്നത്. 1930-കളിൽ 1934 രൂപീകരിക്കപ്പെട്ട ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചു പ്രവർത്തിച്ചുകൊണ്ടാണ് ബഹുജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വികസിപ്പിക്കുന്നത്. നിരവധി തൊഴിലാളി പണിമുടക്കുകളും കർഷക പ്രക്ഷോഭങ്ങളും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടായി. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകരായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പാറപ്പുറത്ത് ചേർന്ന സമ്മേളനത്തിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ മേൽക്കൈയുള്ള KPCCയുടെ ആഹ്വാനപ്രകാരം 1940 സെപ്റ്റംബർ 15 മർദ്ദക പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചത്. ആ മർദ്ദക പ്രതിഷേധ ദിനത്തിൽ തലശ്ശേരിയിലും മൊറാഴയിലും മട്ടന്നൂരിലും നടന്ന ആ വലിയ പ്രതിഷേധ പ്രക്ഷോഭത്തിൽ 2 കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ രക്തസാക്ഷികളായി, അബു മാസ്റ്ററും ചാത്തോക്കുട്ടിയും. ഈ പ്രവർത്തനങ്ങൾക്കിടയിലാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി ജർമ്മനി 1939 സെപ്റ്റംബർ 1 പോളണ്ടിനെ ആക്രമിച്ചതോടെയാണ് രണ്ടാം ലോക യുദ്ധം ആരംഭിക്കുന്നത്. ഇത് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള കിടമത്സരമാണ് ഈ യുദ്ധത്തിലേക്ക് നയിച്ചത് എന്നും ഇത് സാമ്രാജ്യത്വ യുദ്ധമാണ് എന്ന നിലപാടെടുത്തുകൊണ്ട് ആ യുദ്ധത്തിനെതിരെയുള്ള പ്രചാരണങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏർപ്പെടുന്നത്. എന്നാൽ 1941 ജൂണിൽ ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചപ്പോൾ ഈ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഒരു വഴിത്തിരിവുണ്ടാവുകയുണ്ടായി. സോവിയറ്റ് യൂണിയൻ 1917 ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തെ തകർക്കാനുള്ള നാസി പ്രവർത്തനങ്ങൾ, നാസികളുടെ ആക്രമണത്തെ പ്രതിരോധിച്ചില്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെടുമെന്നും അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനി രാജ്യങ്ങളിൽ നടന്നു വരുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്നും ശരിയായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്വ യുദ്ധം എന്ന് നേരത്തെ നിലപാടെടുത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ ജനകീയ യുദ്ധമായി വിലയിരുത്തുകയും ഫാസിസ്റ്റ് യുദ്ധ സന്നാഹങ്ങൾക്കെതിരെയുള്ള വ്യാപക പ്രചരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് 1942 ഓഗസ്റ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ സ്വതന്ത്രമായി കഴിഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് 1940കളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്ന കർഷക തൊഴിലാളി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ബംഗാളിൽ നടന്ന തേഭാഗ സമരം, മലബാറിലെ കർഷക പ്രക്ഷോഭങ്ങൾ, തിരുവിതാംകൂറിൽ നടന്ന പുന്നപ്രയിലും മാരാരികുളത്തും മേനാശ്ശേരിയിലും വയലാറിലും നടന്ന പണിമുടക്ക് പ്രക്ഷോഭങ്ങൾ, പുന്നപ്ര വയലാർ സമരം, മഹാരാഷ്ട്രയിലെ വർളിയിൽ നടന്ന ആദിവാസി സമരം ഉൾപ്പെടെയുള്ള നിരവധി പ്രക്ഷോഭ സമരങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നേതൃത്വം കൊടുത്തത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം വളരെ പെട്ടെന്ന് അടിച്ചമർത്തുകയുണ്ടായിരുന്നു. ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതിനെ തുടർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാര്യമായ പ്രക്ഷോഭങ്ങളൊന്നും തുടർന്നുണ്ടായില്ല. വ്യത്യസ്തഗ്രഹം ഉൾപ്പെടെയുള്ള ചെറിയ സമരമുറകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നിരവധി തൊഴിലാളി സമരങ്ങളിലൂടെ, കർഷക പ്രക്ഷോഭങ്ങളിലൂടെ ജനസാമാന്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരായി അണിനിരത്തിയത്. 1945-46 കാലഘട്ടത്തിൽ നടന്ന INA തടവുകാരുടെ വിചാരണ, ആ വിചാരണ ഇന്ത്യ ആകെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു. GS ദില്ലൻ, പ്രേം സഹകൾ ഉൾപ്പെടെയുള്ള INA തടവുകാരുടെ വിചാരണ, പ്രേം സഹകൾ ലക്ഷ്മി സഹകളുടെ
ഭർത്താവായിരുന്ന പ്രേം കുമാർ സഹഗൾ ഉൾപ്പെടെയുള്ള അയ്യന്നത്തെ തടവുകാർക്കെതിരെയുള്ള വിചാരണ നടപടികൾ, അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമുയർത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻപന്തിയിലുണ്ടായിരുന്നു. അതേപോലെ 1945 നാവിക കലാപം, ബോംബെയിലും കൊച്ചിയിലും മദിരാശിയിലുമെല്ലാം ഉയർന്നു വന്ന നാവിക സേനാംഗങ്ങളുടെ പ്രതിഷേധത്തിൽ അതിലേറ്റവും ഉജ്ജ്വലം ബോംബെയിൽ നടന്ന നാവിക കലാപമായിരുന്നു. ആ കലാപത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ആണ് ശക്തമായി പിന്തുണച്ചത്. കോൺഗ്രസ് നേതാവ് വല്ലഭായ് പട്ടേൽ അതിനെ തള്ളിപ്പറഞ്ഞു. അതുപോലെ മറ്റു പലരും ഈ പ്രസ്ഥാനത്തിൽ ഈ പ്രക്ഷോഭത്തിൽ നിന്ന് വിട്ടതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവർക്ക് ദിശാബോധം നൽകിക്കൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതും ഇതിന് പിന്തുണ നൽകിക്കൊണ്ട് തൊഴിലാളി പണിമുടക്കുകൾ ഇന്ത്യയുടെ പല വ്യവസായ നഗരങ്ങളിലും സംഘടിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ ഘട്ടത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തടവറയിലായിരുന്നു എന്നതിന് ഉദാഹരണമാണ് AKG. അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ ഘട്ടത്തിൽ പോലും ജയിലിലായിരുന്നു എന്ന വസ്തുത. അങ്ങനെ ധീരമായ സമരങ്ങളിലൂടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ, മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വതന്ത്ര ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് 3 വീക്ഷണങ്ങൾ ഉയർത്തപ്പെട്ടു. അതിലൊന്ന്, ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കണം എന്ന വീക്ഷണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചു. രണ്ടാമത്തത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വീക്ഷണത്തോട് യോജിക്കുമ്പോൾ തന്നെ ഇത് ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യ കെട്ടിപ്പടുക്കേണ്ടത് മുതലാളിത്ത ഘടനയിലൂടെ അല്ല എന്നും അത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിച്ചുകൊണ്ടാണ് എന്നുള്ള നിലപാടാണ്. എങ്കിൽ മാത്രമേ ജനസാമാന്യത്തിൻ്റെ സാമൂഹ്യ സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നേടാൻ സാധിക്കൂ എന്ന നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിയത്. മൂന്നാമതൊരു വീക്ഷണം, സ്വതന്ത്ര ഇന്ത്യയിൽ മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രങ്ങളാണ് കെട്ടിപ്പടുക്കേണ്ടത് എന്നായിരുന്നു. അതിലൊന്ന് മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കണമെന്നുള്ള മുസ്ലിം ലീഗിൻ്റെ, അതിൻ്റെ ഈ 2 പ്രാതിനിധ്യങ്ങളിൽ ഒന്ന് മുസ്ലിം രാഷ്ട്രം എന്നുള്ള ആശയമായിരുന്നു. രണ്ടാമത്തത് ഹിന്ദു മഹാസഭയുൾപ്പെടെ ഉയർത്തിപ്പിടിച്ച ഹിന്ദു രാഷ്ട്രം എന്നുള്ള ആശയം. ഇതിൽ ആദ്യത്തേത് ഇന്ത്യൻ വിഭജനത്തോടുകൂടി അംഗീകരിക്കപ്പെട്ടു. രണ്ടാമത്തേത് അന്നത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ ശക്തിയിൽ തള്ളപ്പെടുകയാണ് ഉണ്ടായത്. ആ നിരാശയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഹിന്ദുത്വ ശക്തികളുടെ ലക്ഷ്യം പരാജയപ്പെട്ടുള്ള നിരാശയിൽ നിന്നാണ് ഗാന്ധിവധം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലേക്ക് നയിക്കപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഗാന്ധി വധക്കേസിലെ പ്രതികളെ ഉൾപ്പെടെ ന്യായീകരിച്ചുകൊണ്ട് അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള നടപടികളുമായിട്ടാണ് ഹിന്ദുത്വ ശക്തികൾ മുന്നോട്ട് പോകുന്നത്. വളരെ അവാസ്തവപരമായ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഗാന്ധി വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ളവരെ മഹത്വവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ ഹിന്ദുത്വവാദികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ ഘട്ടത്തിലാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സവിശേഷമായ പങ്ക് വളരെ വിശദമായി പഠിക്കാനും, അതുപോലെ വർഗീയ വിധ്വംസക ശക്തികൾ എത്രമാത്രം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ശിഥിലീകരിക്കാൻ ശ്രമിച്ചു, ദുർബലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കാര്യവും വളരെ വിശദമായി പഠിക്കാനുള്ള ഒരു സന്ദർഭം ആയി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇനിയും സൃഷ്ടിക്കപ്പെടണമെന്നും വളരെ സൂക്ഷ്മമായും ആഴത്തിലും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തേക്കുള്ള ചരിത്രം സജീവമായി ചർച്ച ചെയ്യണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതോടുകൂടി ഈ വെബിനാർ ഇവിടെ അവസാനിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഈ പരിപാടി വീക്ഷിച്ച എല്ലാ സഖാക്കൾക്കും 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.